മതമാണ് 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 പ്രശ്നം. അതിൽ കൂടി അദ്ദേഹം ഭേദഗതി വരുത്തിയാൽ വളരെ വളരെ നന്നാവും. ഒന്നും പ്രതികരിക്കുന്നേ ഇല്ലല്ലോ. കേന്ദ്രത്തിനെതിരായിട്ട് ഒരു ശബ്ദം നിങ്ങൾ ഈ ബഡ്ജറ്റിൽ കണ്ടോ? ഒരു ശബ്ദം ഈ ബഡ്ജറ്റിൽ കണ്ടോ? ഈ സൂത്രപ്പണി ഒപ്പിക്കുന്നതിൽ പലരും മിടുക്കന്മാരാണല്ലോ. പറ്റിക്കലാണിത്. മേൽക്കൂര കെട്ടിയിട്ട് ഞങ്ങൾ അടിത്തറ ഇടുമെന്ന് പറയുന്നതിന് സമാനമല്ലോ. ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ വീണ്ടും ധനബിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണല്ലോ ഈ പറയുന്നത്. ആളുകളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. ഒരു നിയമനിർമ്മാണമാണല്ലോ ഇത്. അതായത് നിങ്ങൾ ബഹുമാനപ്പെട്ട പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്കറിയാലോ, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ അറ്റ്വൺസ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഭേദഗതി ചെയ്ത് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ സമയം പിടിക്കും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ സൈമിൾട്ടേനിയസായി ഈ ധനബില്ലും അവതരിപ്പിക്കുന്നത്. ധനബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റ് ബില്ലുകളെല്ലാം പാസ്സായതായിട്ട് ഡീം ചെയ്യും. അങ്ങനെ ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടി ഈ നിയമത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി പാസ്സാക്കുന്ന ഒരു നിയമത്തെ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇല്ലാതാക്കാൻ പറ്റുക? അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതാണ് പറഞ്ഞാണെങ്കിൽ കറക്റ്റാണ്. ഇത് ഭേദഗതി ചെയ്യാൻ പറ്റില്ല, നയം ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഈ കമ്പനി വന്ന് ഇവിടെ മദ്യശാല തുടങ്ങാൻ തീരുമാനിക്കുന്നതിന് വിൽപ്പന നടത്താൻ തീരുമാനിക്കുന്നു. അപ്പൊ എക്സൈസ് വകുപ്പ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കോടതിയിൽ പോയാൽ കമ്പനിക്ക് അനുകൂലമായി വരും. ഉറപ്പല്ല, കാര്യത്തിൽ സംശയമില്ല. അപ്പം അത് ഒരു സൂത്രമാണിത്. സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രപ്പണി ഒപ്പിക്കുന്നതിൽ പലരും മിടുക്കന്മാരാണല്ലോ. പറ്റിക്കലാണിത് യഥാർത്ഥത്തിൽ. നിയമസഭയുടെ ഞാൻ 20 കൊല്ലം നിയമസഭയിലുണ്ടായിരുന്നല്ലോ. നിയമവകുപ്പും പാർലമെൻ്ററി കാര്യ വകുപ്പും കൈകാര്യം ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, ഒന്നുകിൽ VM സുധീരൻ പറഞ്ഞതുപോലെ ഒഫീഷ്യലായിട്ട് തന്നെ ഭേദഗതി കൊണ്ടുവരാം, അവതരിപ്പിക്കുന്ന തന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തതിന് ശേഷം സബ്ജക്റ്റ് കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് കൊണ്ടുവരാം. ഇവരുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇത് ഇത്രയും വലിയ നികുതി ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വഴിയല്ലേ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ അത് മാറ്റിവെക്കാൻ ഡെഫർ ചെയ്യുക. ഞാനിത് സാങ്കേതികവും നിയമപരമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇതിനെ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. ഈ മദ്യനയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫിനാൻസ് ബില്ല് പാസ്സാക്കുന്നത്. ഫിനാൻസ് ബില്ല് പാസ്സായാൽ പിന്നീട് ബഡ്ജറ്റ് അയസച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സാവും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കില്ല, ഞങ്ങൾ ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതെ നിരസിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. നിരസിച്ച് കഴിഞ്ഞാൽ നിൽക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്കില്ല, ഇത് ഭേദഗതി ചെയ്യണം. ഈ നിയമം പിന്നെ ഭേദഗതി ചെയ്യണം. ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന, അതായത് ജൂലൈ മാസം 1-ാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ധനബില്ല് വീണ്ടും ഭേദഗതി ചെയ്യണം. അതിന് പറ്റില്ല. കാരണം ബഡ്ജറ്റ് അതിൻ്റെ ഭാഗമായി ക്ലബ് ചെയ്തിട്ട് ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഈ കഷ്ണം മാത്രം എടുത്തിട്ട് പിന്നീട് ഭേദഗതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പറ്റിക്കലാണ്, മൊത്തത്തിൽ ഒരു വഞ്ചനയാണിത്. അത് കേരളത്തിലെ ജനതയും പ്രതിപക്ഷവും തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള പ്രതികരണം ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. സാങ്കേതികത്വം നോക്കിയാൽ എന്തായാലും വിജ്ഞാപനത്തിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് അറിയുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ കരടിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭേദഗതിക്കും ഉൾപ്പെടുത്തും. അപ്പം VM സുധീരൻ അടക്കമുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം തള്ളുകയാണ്. അക്കാര്യത്തിൽ UDF എന്തെങ്കിലും ധാരണ എത്തി എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അല്ല, ഇത് ഒരു ഒത്തുകളിയാണ്, അവരുടെ ഒരു ഒത്തുകളിയാണത്. ഇനിയിപ്പോൾ VM സുധീരൻ തന്നെ പറഞ്ഞതിൻ്റെ അകത്ത് അധികം ഉറച്ചു നിൽക്കുമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ വ്യക്തമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഒരു സമർത്ഥമായിട്ടുള്ള ഒരു കള്ളക്കളി ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പ്രതിഷേധം വന്ന സ്ഥിതിയിൽ മാത്രവുമല്ല, നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ നീതി നിഷേധം, യഥാർത്ഥത്തിൽ അതാണല്ലോ നടക്കുന്നത്. ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി വരുമ്പോൾ തിരുത്തണം എന്നാണെങ്കിൽ ഇപ്പോഴാണല്ലോ ഏറ്റവും നല്ല അവസരം, പിന്നെ അല്ലല്ലോ. ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ഈ PMAY വീടുകളിൽ ഈ
ശമ്പളം വെക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. അതിലൊക്കെ പിന്നെ ചർച്ച ചെയ്താൽ കെ.എം. ഷാജി പറയുന്നത് അത് അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഷാജി പോകണ്ടെന്ന് പറയുന്നത്. ഷാജി പണ്ട് പറഞ്ഞതൊന്നും ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തോട് പണ്ട് എനിക്കുണ്ടായിട്ടുള്ള നിലപാടിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യത്തിൽ കൂടി മാത്രം അയാൾ ഭേദഗതി വരുത്തിയാൽ മതി. ഏത് കാര്യമോ? മതമാണ് 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 പ്രശ്നം. അതിൽ കൂടി അദ്ദേഹം ഭേദഗതി വരുത്തിയാൽ വളരെ വളരെ നന്നാവും, വളരെ നന്നാവും. അയാൾ മാറുന്നുണ്ട്, നല്ലൊരു മാറ്റമാണ്. പക്ഷെ അത് UDFനോ LDFനോ അനുകൂലമായിട്ടല്ല, BJPക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. ഒന്നും പ്രതികരിക്കുന്നേ ഇല്ലല്ലോ. കേന്ദ്രത്തിനെതിരായിട്ട് ഒരു ശബ്ദം നിങ്ങൾ ഈ ബഡ്ജറ്റിൽ കണ്ടോ? ഒരു ശബ്ദം ഈ ബഡ്ജറ്റിൽ കണ്ടോ? മാത്രവുമല്ല, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം നാമമാത്രമായി നടപ്പിലാക്കി. അതും അടുത്ത കൊല്ലാമ്പളക്ക് KSRTCയിൽ വനിതകൾക്ക് സൗജന്യം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം 1080 കോടി രൂപ വേണ്ട സ്ഥാനത്ത് ആകെ 600 കോടിയാണ് വെച്ചത്. 750 കോടി 7500 കോടി വേണ്ടുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന് വെച്ചിട്ടുള്ളത് പഠിക്കാൻ 10 കോടിയാണ്. അതില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ, ബഡ്ജറ്റിലില്ലല്ലോ. 2000 3000 ആക്കുമെന്ന് പറഞ്ഞു, ബഡ്ജറ്റിലില്ലല്ലോ, ഉണ്ടോ? പെൺകുട്ടികൾക്ക് 1000 രൂപ പെർ മന്ത് കൊടുക്കുമെന്ന് പറഞ്ഞു, ബഡ്ജറ്റിലുണ്ടോ? യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പലിശയില്ലാതെ 5 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു, ഉണ്ടോ? ഈ 5 കാര്യങ്ങളും ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തൊട്ടടുത്ത ക്യാബിനറ്റിൽ തീരുമാനിച്ച് ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ ഈ ജനതയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ട് നാമമാത്രമായിട്ട് ഒരു ഡിമാൻഡാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ പറഞ്ഞങ്ങ് പറ്റിച്ചു. പരിപൂർണമായും BJPക്കും RSSനും വിധേയമായി നിൽക്കുന്നു. ഇപ്പം നോക്കൂ, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജൂനിയർ പോസ്റ്റായിട്ടുള്ള ഒരാളല്ലേ പിടിച്ചിട്ട് VC ആക്കുന്നത്. 19 എണ്ണത്തിനല്ലേ ഒറ്റയടിക്ക് BJPക്കാരനെ RSSകാരനെ സെനറ്റിലേക്ക് എത്തിച്ച്. ഒരക്ഷരം ഒന്ന് വായ തുറന്ന് പറയുന്നുണ്ടോ? വായ തുറന്ന് പറയുന്നുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം സംഘീൻ്റെ ആളാണ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരല്ലേ. തിരിച്ചു കിട്ടും. ഈ പ്രകൃതിയിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഷേക്സ്പിയറിയൻ കൃതികൾ വായിച്ചാൽ മനസ്സിലാവും. നെമിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പ്രതികാര ദേവത. എപ്പോഴെങ്കിലും തിരിച്ചടിക്കും, എപ്പോഴെങ്കിലും. അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞെടുക്കുന്നത് ഞങ്ങളില്ല എന്ന് പറഞ്ഞില്ല, പണ്ട് പറഞ്ഞ പോലെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്ത് പറഞ്ഞിട്ടാണോ വോട്ട് വാങ്ങിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളതെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ പരോക്ഷമായ അർത്ഥം. പറയാൻ പാടില്ലാത്തതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. പക്ഷേ പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ഇവിടെ എത്തിയത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം.